സമകാലികത്തിലെ ഇന്നത്തെ അതിഥി എൻ്റെ പ്രിയ സ്നേഹിതൻ സുജൈദ് പാണ്ടിക്കാടാണ്. അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. സുജൈദിനെ നമ്മളിവിടെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഇന്നലെ അല്ലേ മിനിയാന്ന് ഒരു പുതിയ നേട്ടം, ഒരു ജീവിത വഴിയിലെ ഒരു പുതിയ നേട്ടം, അഥവാ ISRO അസിസ്റ്റൻറ്റ് എന്നൊരു പോസ്റ്റിലേക്ക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ISROക്ക് രണ്ട് ഇതാണുള്ളത്. ഒന്ന് അതിൻ്റെ റിസർച്ച് ആൻഡ് ടെക്നിക്കൽ സൈഡ്, രണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡിലെ അസിസ്റ്റൻ്റായി അദ്ദേഹത്തിന് ഓഫർ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും കാര്യവും പറയുന്ന പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ നേരുന്നു. ബാറക്കല്ലാഹു ഫീക്ക്. ISROയുടെ ദൗത്യം പറഞ്ഞു തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. ദൗത്യം നമുക്കറിയാം, രണ്ട് ഏരിയ ആണെന്ന്. നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് കമ്മീഷനാണ് നമ്മുടെ ഇന്ത്യയുടെ സ്പേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഇപ്പം സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പല വിക്ഷേപണങ്ങൾ, പിന്നെ മൊത്തത്തിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവരാണ്. ഡീറ്റെയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ എക്സാമിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം ISRO അസിസ്റ്റൻ്റ് എക്സാം ലാസ്റ്റ് 2023 ലാസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് വർഷം തോറും വിളിക്കാറുണ്ടോ ചോദിച്ചു. അങ്ങനെയല്ല, അവർ വേക്കൻസി എപ്പോഴാണ് ഉണ്ടാവുക അവർ ആ സമയത്ത് വിളിക്കാറാണ് പതിവ്. അപ്പം 2023 ലാസ്റ്റിൽ വന്നു. 2024 തുടക്കത്തിൽ ഏകദേശം 2023 തുടക്കത്തിൽ നമ്മൾ അപ്ലൈ ആണ് ചെയ്തത്. ഏകദേശം ഒരു 320ഓളം പോസ്റ്റുകൾ ആ സമയത്ത് വേക്കൻസി പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരാളോട് ഇപ്പം ഇന്നലെ സമയത്തൊക്കെ ചോദിച്ചത് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. ISRO അസിസ്റ്റൻ്റ് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഇത് വിളിച്ച സമയത്ത് കറക്റ്റ് ഒരു ടെക്നിക്കൽ സൈഡാക്കിയാണ് അവരിത് കണ്ടിരുന്നത്. പ്രോപ്പർ BSc ഫിസിക്സോ അല്ലെങ്കിൽ ഒരു BTech വേണമെന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇപ്രാവശ്യം അവർ പുതിയ പാറ്റേൺ കൊണ്ടുവന്നു. എനി ഡിഗ്രി എന്നുള്ളൊരു പാറ്റേൺ, അതായത് ഡിഗ്രി ഉള്ള ഒരു 6.32 CGPA ഉള്ള ആ കറക്റ്റ് സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ പാസ് ഔട്ടായ ആളുകൾക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇതിലിപ്പോൾ പിന്നെ ഇതിലിപ്പം സുജൈദിനെ ഇവിടെ നമ്മൾ ഇരുത്താനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ISRO ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളുടെ ഒരു നിറം പകർന്ന ഒരു സംവിധാനമാണ്. സത്യത്തിൽ സുജൈദ് എന്നെ ഫോണിൽ വിളിച്ചിങ്ങനെ ഒരു വിഷയം പറഞ്ഞു, അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം സത്യത്തിൽ അങ്ങനെ ഒരു ജോലി സാധ്യതയുടെ മേഖല നമ്മളൊന്നും മനസ്സിലില്ല. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ സാധ്യത തന്നെ അല്ല. നമ്മൾ പൊതുവേ ഇത് നന്നായി ആളുകളോട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തത് ഭയങ്കരമായിട്ടുള്ളൊരു മേഖലയാണ് ശരിക്ക്. ISRO എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള മേഖലയാണ്. അത് ഞാൻ എന്താണ് ISRO എന്നൊന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് സുജൈദിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ISRO എന്ന് അറിയുന്നുണ്ടാവും, ആളുകൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഇന്ത്യയുടെ പിന്നെ ബഹിരാകാശ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം ISRO ആണ് അതിൻ്റെ ഒരിത് കൺട്രോൾ. അപ്പം ഇന്ത്യയുടെ ഏറ്റവും അവസാനം നമ്മെ വിട്ടുപിരിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്വപ്നങ്ങളിൽ നിന്നാണ് ഇത് നിറം പകരുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു ശരിയായ ഒരു ഡ്രീം കൊടുക്കുന്നത്, അല്ലേ, അതിൻ്റെ ഒരു സ്വപ്നം കൊടുക്കുന്നത് അദ്ദേഹമാണ്. അത് മറ്റേത് രാജ്യങ്ങളെക്കാളും ഉയരത്തിൽ ചിന്തിക്കാൻ ഒരു വേള അമേരിക്കയൊക്കെ മാത്രം, യൂറോപ്പ് മാത്രം ചിന്തിച്ചിരുന്ന, ബഹിരാകാശത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നിടത്തു നിന്നാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു വഴി കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ അതിപ്പം ഒരു സെക്ടറാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു സെക്ടറാണ്. അതേപോലത്തെ ഒരു തൊഴിലിൻ്റെ വലിയൊരു ലോകം അവിടെ ഉണ്ട് എന്നൊരു മെസ്സേജ് ആളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഒന്ന് സുജൈദ് ഇവിടെ ഇരുന്നതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ ജോലി എവിടെയായിരിക്കും നിങ്ങൾക്ക് വരിക? ഇപ്പോൾ എക്സാം വിളിച്ചതൊരു 6ഓളം ഏരിയകൾക്കാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പം ഇത് ഏറ്റവും ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. പിന്നെ നമ്മൾ ഹൈദരാബാദ്, ശ്രീഹരിക്കോട്ട, തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ നിലവിൽ എനിക്ക് പോസ്റ്റ് ആയിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൺ കൊടുക്കാം. ആ സോണിലേക്കായിരിക്കും നമ്മൾ പിന്നെ മത്സരിക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട സെൻറ്റേഴ്സാണ്. ഒന്ന് വിക്രം സാരാഭായ് സ്പേസ് സ്റ്റേഷനും പിന്നെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററും. അപ്പം ഒരു റോക്കറ്റ് വിടണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൊപ്പൽഷൻ സംഭവം ഉണ്ടാക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ട. പിന്നെ വിക്രം സാരാഭായും മൊത്തത്തിൽ അവിടെ നമ്മളെ തുമ്പ സ്പേസ് സ്റ്റേഷനൊക്കെ ഉള്ള സ്ഥലം. ഈ 2 സ്ഥലത്ത് എവിടെയായിരിക്കും പോസ്റ്റിംഗ് ഇപ്പോൾ നിലവിൽ കിട്ടുക ഇൻഷാ അല്ലാഹ്. പ്രധാനമായും ഈ എക്സാമുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ISRO അസിസ്റ്റൻ്റ് അതിൻ്റെ ഒരു പ്രൊസീജിയർ 2 വഴിയിലാണ്. ഒന്ന് ഒരു റിട്ടൺ ടെസ്റ്റും ഉണ്ട്, പിന്നെ ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ട്.
ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ 2024 കഴിഞ്ഞ വർഷം തുടക്കത്തിലായിരുന്നു ഒരു റിട്ടൺ ടെസ്റ്റ് നടന്നത്. അതിൽ ഇപ്പം ഇന്ത്യയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ 2 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്ത എക്സാം ആണല്ലോ. നമുക്ക് തിരുവനന്തപുരത്താണ് സെൻറ്റേഴ്സ് കിട്ടിയത്. അപ്പോൾ അതിൽ നമുക്ക് 4 സബ്ജക്റ്റാണ് മെയിനായിട്ടുള്ളത്. അതിലിപ്പം ജനറൽ നോളേജ്, മാത്സ്, QA, റീസണിങ്, ഇംഗ്ലീഷ്, ഈ 4 ഏരിയയിൽ നിന്നും കൂടെ 200 ക്വസ്റ്റ്യൻ്റെ ഒരു 2 മണിക്കൂറിൻ്റെ പെൻ ആൻഡ് പേപ്പർ. ഇപ്പോൾ നമ്മൾ PSC ഒക്കെ നടക്കുന്ന പോലെ തന്നെ OMR ഷീറ്റ് എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ലക്ഷം അപ്ലൈ ചെയ്തതിൽ ഒരു 1.5 ലക്ഷം അടുത്ത ആളുകളാണ് എക്സാം എഴുതിയത്. അപ്പോൾ ഇനിയിപ്പം സ്കിൽ ടെസ്റ്റിലേക്ക് അവരെന്ത് ചോദിച്ചാൽ നമുക്കിപ്പം ഓരോ സോണിൽ എത്ര വേക്കൻസി ഉണ്ടോ അതിൻ്റെ ഒരു × 3. ഇപ്പം പ്രാവശ്യം നമ്മളെ തിരുവനന്തപുരത്ത് ഒരു 80 വേക്കൻസിയാണ് ഏകദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ × 3 ഈ തിരുവനന്തപുരം സോണിൽ എഴുതിയ ഏറ്റവും ആദ്യത്തെ 240 ആൾ, ഏറ്റവും ടോപ്പ് മാർക്സ് ഉള്ള 240 ആളുകൾ അവരുടെ സ്കിൽ ടെസ്റ്റിലേക്ക് വിളിച്ചു. അതിപ്പോൾ നമ്മളെ കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റിൽ ആണ് നടന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മളൊരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പം MS Excel, പവർ പോയിൻറ്റ്, പിന്നെ വേർഡ്, ടൈപ്പിംഗ്, ഇതുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ നല്ല ടഫായിരുന്നു എക്സാം. ഒരു 1 അവർ സമയം തരും, മൊത്തം ചെയ്ത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒപ്പിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യണം. ഒരു കുറഞ്ഞ അപ്പം ഇപ്രാവശ്യം കൂടി ടഫായതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിന് കുറേ പേര് ഔട്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. അതും കഴിഞ്ഞിട്ട് ഇതിൽ ആ 240 ഏറ്റവും ടോപ്പേഴ്സായിട്ടുള്ള ആദ്യത്തെ 80 പേർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത്. ആ 80 പേരാണ്, പേരിൽ ഒരാളാണ് ഇദ്ദേഹം. അതെ, മാഷാ അല്ലാഹ്. അപ്പോൾ ബാറക്കല്ലാഹു ഇനിയിപ്പോൾ ഇങ്ങനെ ഈ കുട്ടികളുടെയൊക്കെ ഒരു ഡ്രീമാണ് ശരിക്കും ഈ മിസൈലൊക്കെ. അതെ. അപ്പോൾ ഇനിയിപ്പോൾ മിസൈൽ ഇവിടുന്ന് കാണുമോയെന്നൊക്കെ സംശയം ഉണ്ടാവും. അതിലിപ്പോൾ താജിക്ക് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 2 സൈഡാണ് ഉള്ളത്. ഒന്ന് നമുക്ക് ടെക്നിക്കൽ സൈഡാണ്. അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ പോലെ ISRO, ഇപ്പം അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഇത് ഒരുവിധം എല്ലാ വർഷവും വിളിക്കാറുണ്ട് സ്പെഷ്യൽ ഫോർ ക്വാളിഫിക്കേഷനും വെച്ചിട്ട്. എന്നാൽ ഈ പറഞ്ഞ ഇത് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള അസിസ്റ്റൻറ്റ് സൈഡാണ്, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ സൈഡാണ്. ഇപ്പോൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, ഇപ്പം സ്റ്റോറേജ്, അതിൻ്റെ പർച്ചേസിങ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ജോലിയായിരിക്കും നമുക്ക് ഉണ്ടാവുക. യെസ്, എന്തായാലും ഈ ജോലി നമുക്കൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഈ ജോലി ഇന്ന് ഏറ്റവും ഇതിലേറെ ഹയറായ ജോലിക്ക് നമ്മൾ പോകണം. ISROയിൽ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമല്ല. നല്ല സാലറി, നല്ല ഫ്രീ ടൈം, നല്ല സോഷ്യൽ എക്സ്പോഷർ, ഇതന്നെയാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് എഴുതിയതാണോ അതല്ല മറ്റു പരീക്ഷകളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എഴുതിയതാണോ? ശരിക്ക് പ്രിപ്പറേഷൻ നമ്മളെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ എക്സാം വേണ്ടിയിട്ടാണ് പഠിച്ചത്. അത് ശരിക്കും നമ്മളെ കേരളത്തിൽ അത് വളരെ കുറവാണ് അതിനെക്കുറിച്ചുള്ള ധാരണ. അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ജോബ് നമുക്ക് 3 പ്രധാനപ്പെട്ട ജോബുകളൊക്കെ തിരിക്കാം. ഒന്ന് ഗ്രൂപ്പ് A, B, C 3 ഗ്രൂപ്പുകളായിട്ട് എക്സാം നടക്കും. ഗ്രൂപ്പ് D ഉണ്ട്. ഗ്രൂപ്പ് D നമ്മൾ റെയിൽവേക്ക് മാത്രമേ അങ്ങനെ പൊതുവേ പറയാറുള്ളൂ. അല്ലാതെ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇപ്പം നിലവിലുള്ള ലക്ഷക്കണക്കിന് ജോലികൾ നമുക്ക് ഗ്രൂപ്പ് A, B, C ആയി തിരിക്കാം. അതിൽ നമുക്കൊരു ഗ്രൂപ്പ് A പോസ്റ്റ് നമ്മൾ UPSC സിവിൽ സർവീസ് വഴി നടക്കൽ. അതിലിപ്പം UPSC ഇപ്പം ഒരു വർഷം 800 പോസ്റ്റ് വിളിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 300-300 പോസ്റ്റൊക്കെ ഗ്രൂപ്പ് A ഉള്ളൂ. അതിൽ തന്നെ ബാക്കിയുള്ള പോസ്റ്റ് എന്താണ്, ഗ്രൂപ്പ് B പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പം ഇതിൽപ്പെട്ട നമ്മൾ ഗ്രൂപ്പ് B മുതലുള്ള ഗ്രൂപ്പ് B ഗസറ്റഡ് പോസ്റ്റ് അടക്കം ഗ്രൂപ്പ് Bയും Cയും നമുക്ക് ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ എക്സാം റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ്. അത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വേക്കൻസികൾ വിവിധ 8-10 എക്സാംസ് വിവിധ സമയങ്ങളിൽ വിളിച്ചിട്ട് അവർ എക്സാം നടത്താറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഒരു ഡിഗ്രി ഉള്ള ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം. അപ്പോൾ അതിൽ ഇപ്പം ലെവൽ 8 ഇപ്പം നമ്മൾ പേ സ്കെയിൽ പറയും, ലെവൽ 8 മുതലുള്ള എല്ലാ ജോലികളും അതിലുണ്ട്. ഏകദേശം ഇപ്പോൾ ലാസ്റ്റ് 2024 നടന്ന ഏകദേശം 18,000 വേക്കൻസിയിലേക്കുള്ള എക്സാമാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പക്ഷെ പൊതുവേ നമുക്കറിയില്ല. അപ്പോൾ അതിലൊരു ജോലി, പ്രധാനപ്പെട്ട ജോലികൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒന്ന് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് എംബസിയിൽ പോയി വർക്ക് ചെയ്യാം. ഇവിടുത്തെ സാലറി ആവില്ല, അവിടുത്തെ സാലറി ആവും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അവന് തുടക്കം തന്നെ ഒരു 3 lakh പ്ലസ് സാലറി കിട്ടുന്നുണ്ട്. വേറെ ചിലവൊന്നുമില്ല. മൊത്തം അവനെ ഗവൺമെൻറ് സ്പോൺസേർഡാണ്. ഡിഗ്രി വരെയുള്ള അവൻ്റെ മക്കൾക്ക് പഠനം ഫ്രീ ആണ്. വൈറ്റ്സ് പാസ്പോർട്ടാണ്, പ്രത്യേക പരിഗണന ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് തുടങ്ങുകയാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ. പിന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ CBI ആവട്ടെ, ED ആവട്ടെ, നാർക്കോട്ടിക്സ് ആവട്ടെ, ഇതൊക്കെ ഈ പറഞ്ഞ SSC CGL വഴിയാണ് എക്സാം. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് ഈ ഒരു എക്സാം വരുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ പൊതുവേ നമുക്ക് ഈ ഒരു ജോബ് കിട്ടി, അപ്പോൾ എല്ലാവരും നമ്മൾ ഒരു അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ സാധാരണ ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്, അവിടെ ഇരിക്കും,
നമ്മൾ എത്തേണ്ടത് ഇവിടെ ഒന്നും ആവില്ല, നമ്മൾ എത്തേണ്ടത് എത്രയോ ഉയരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതോടുകൂടെ PSCക്കുള്ള പ്രിപ്പറേഷനോ അല്ലെങ്കിൽ UPSCക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കണ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ PSC പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അതിൽ നല്ല മികച്ച റാങ്കിൽ ജയിക്കുകയും ചെയ്തു. പിന്നെ ഒരു പരീക്ഷ എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. അതൊരു ശരിയായ സംഭവം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞങ്ങളൊരു ഫീൽഡ് വെച്ച് നോക്കുമ്പം വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇപ്പം സുജയ്ത് ഇതിമക്ക് നന്നായി എനിക്ക് വളരെ അറിയുന്ന ആളാണ് സുജയ്ത്. വളരെ കഠിനാധ്വാനം ചെയ്ത ആളാണ് സീസണിൽ. ഇപ്പം അതിങ്ങനെ നല്ലോണം താഴെ നിൽക്കുന്ന സമയമാണ് അല്ലേ? ഉയരങ്ങളിലേക്ക് എത്തണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എക്സാം ഉണ്ട്. ഇതിലിപ്പം കൂട്ടി പറയാം. ഇപ്പം SSC പൊതുവേ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആശങ്ക എന്ന് വെച്ചാൽ അത് സെൻട്രൽ ഗവൺമെൻറ് ജോബല്ലേ, പുറത്ത് പോയി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുവിധം ഇൻകം ടാക്സ് ആവട്ടെ, GST ആവട്ടെ, ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് ഡിപ്പാർട്ട്മെൻറ്റ്സ് കേരളത്തിൽ തന്നെ ഉണ്ട്. 100 കണക്കിന് വാക്കൻസിയും കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഓരോ വർഷം കേരളത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന വാക്കൻസിയിലേക്ക് പോലും എടുക്കാനുള്ള കേരളത്തിലെ ആളുകളല്ല, പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ അതർ ആളുകൾ വന്നിട്ടാണ് ആ ജോലിയിൽ ഇപ്പം ഓരോ വർഷം കേരളത്തിലിരിക്കുന്നത്. അപ്പം നമുക്ക് ജോലി കിട്ടാൻ സ്വാഭാവികമായിട്ട് അവരെ നമ്മൾ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഓഫീസ് ഏതാണോ അതിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ചിന്തത്തിൽ വരണം. പൊതുവെ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. വലിയൊരു മെസ്സേജാണ് അദ്ദേഹം നൽകിയത്. ഇതിലിപ്പം ഒരിക്കലും ഇത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകൾ എഴുതുന്നില്ല എന്നുള്ളത് മാത്രമല്ല. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഗവൺമെൻറ് ജോബ് എന്നുള്ളത് കുട്ടികൾക്കൊന്നും താല്പര്യമില്ല. PSC എഴുതുക, അതിനുവേണ്ടി പഠിക്കുക, ഇതൊന്നും ഇന്നത്തെ കാലത്ത് അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് അത്രയും പ്രതിസന്ധിയിലായ കുറേ ആൾക്കാരാണ് അതിൻ്റെയൊക്കെ ആളുകൾ. ഇപ്പോൾ പൊതുവെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണില്ല, ബോധപൂർവമായ പഠനം യങ്ങർ ജനറേഷൻ അതിലേക്ക് വരുന്നവരുടെ ശതമാനവും ഇറങ്ങുന്നവരുടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ ശതമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു 2%, 3% ആളുകളെ വരുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ബിസിനസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡാണ് ആൾക്കാർക്ക്. പൊതുവെ കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ അവർ ഡിഗ്രി ചെയ്യില്ല. നല്ലൊരു ശതമാനം കുട്ടികൾ അവരെന്താ വെച്ചാൽ +2 കഴിഞ്ഞോടുകൂടി ഡിഗ്രി ഡിസ്റ്റൻ്റായി ചെയ്തിട്ട് SSCൻ്റെ കോച്ചിങ് ആണ് ആദ്യം ചെയ്യുക. ഇപ്പോൾ നമുക്കിപ്പം ഈ UPSC നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾ കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മളെ ഈ SSC ഓഫീസിലൊക്കെ സീനിയേഴ്സിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് സീനിയേഴ്സിനെ നോക്കിയാണ് അവർ UPSC പ്രിപ്പയർ ചെയ്തിട്ട് 4-5 തവണ കിട്ടാത്തവരായിരിക്കും. ഇപ്പോൾ UPSC പ്രിപ്പയർ ചെയ്തില്ല, അതിൻ്റെ അവരെ സെക്കൻഡ് പ്ലാനാണ് പൊതുവെ SSC പറയാറ്. പക്ഷേ നമുക്കിപ്പം ഗ്രൂപ്പ് B, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് B ഒരു ഗസറ്റഡ് പോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊമോഷൻ വഴി നമ്മൾ ഒരു UPSC സിവിൽ സർവൻറ്റ് ഗ്രൂപ്പ് A പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന അതേ പോസ്റ്റിലേക്ക് നമുക്ക് പ്രൊമോഷൻ വഴി SSC വഴി കയറാൻ പറ്റും. ഇപ്പോൾ ഇതിൽ പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾ ഇത് മനസ്സിലാക്കണില്ല. ഇപ്പോൾ ഗവൺമെൻറ് ജോബുകളിൽ പലതും നമുക്ക് ഡ്രൈവറും കാറും സാലറിയും അപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉള്ള ജോബുകളുണ്ട്. അതിലൊക്കെ സിമ്പിളായി കയറാവുന്ന ആളുകളൊക്കെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഭയങ്കര ബിസിനസ് എന്നും പറഞ്ഞ് നടക്കലാണ്. ഞാൻ പറഞ്ഞ ബിസിനസ്സിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നല്ല. ഇതിൽ നമ്മളൊക്കെ ഇരിക്കേണ്ട സർക്കാർ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് റിസർവ് ചെയ്യപ്പെട്ടതിലേക്കെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കുറേയധികം ഡാമേജുകളുണ്ട്. ആ ഡാമേജുകൾ കൂടി നമ്മളിതിൽ കാണേണ്ടതാണെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് മക്കളെയൊക്കെ പഠനം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറും എഞ്ചിനീയറും മാത്രമൊന്നല്ല ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം. ധാരാളം ചാൻസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ടൈം, ഇഷ്ടംപോലെ ഫ്രീ ടൈം, നല്ല പൈസ, നല്ല സാമൂഹികമായ അംഗീകാരം, പിന്നെ വീട്ടിൻ്റെ മുമ്പിൽ ഒന്ന് കാറിലെടുത്തിട്ട് കൊണ്ടുപോകും, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകണ്ട. നമുക്കൊന്നും അങ്ങനത്തെ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. ഞാനൊന്നും പഠിക്കുന്ന കാലത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ PSCക്ക് എത്തിയത് നമ്മളെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഭയങ്കരമായിട്ട് ഇത് ഡീമോട്ടിവേറ്റ് ചെയ്ത ആളാണ്, നിരുത്സാഹപ്പെടുത്തിയിരുന്നു സർക്കാർ ഉദ്യോഗം. അദ്ദേഹം സർക്കാർ ഉദ്യോഗം രാജിവെച്ചാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ദാവയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു മിസ്ഗൈഡൻസിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളൊക്കെ. പിന്നീട് എപ്പോഴോ ഒരു വെളിച്ചം കിട്ടി, ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആദ്യത്തെ ആപ്ലിക്കേഷനിൽ തന്നെ മികച്ച റാങ്കിൽ വന്നു. ആദ്യത്തെ ഒരു 2-3 റാങ്കിൻ്റെ ഉള്ളിലെത്തി. അങ്ങനെയൊക്കെ ഒരു വന്ന് ഇതിലേക്ക് എത്തിപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു സുഖം നമുക്കറിയാം. ഒരു സർക്കാർ സെർവൻറ്റിന് കിട്ടുന്ന സൗകര്യങ്ങളറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷൻ എന്ത് ചെയ്യണില്ല, ഇതൊന്നും പ്രിഫർ ചെയ്യണില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ കാണണം തന്നെയാണ് ഓർപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതോടൊപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത് അതുകൊണ്ട് മാത്രം ജാവ മേഖലയിലേക്ക് തിരിയുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ
നിലവിൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ് അൽഹംദുലില്ലാ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പൊതുവെ നമ്മൾ പറയാറുണ്ട് നമ്മൾ പ്രിഫറൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പഠനം, ജോലി, നമ്മുടെ കുടുംബം, ഇതഴവ എല്ലാത്തിനും നമുക്ക് പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ കൊടുക്കേണ്ട സമയത്ത് അതിന് കൃത്യമായ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ തിരക്കാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ രാത്രിയിലെ കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ ഇപ്പോൾ എനിക്കറിയാം ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആ കാരണം കൊണ്ട് മാത്രമല്ല, പേഴ്സണലി താല്പര്യമില്ലാത്തതുകൊണ്ട് യൂട്യൂബ് മാത്രമായിരിക്കും എൻ്റെ സോഷ്യൽ മീഡിയയിൽ സമയം പോകുന്നൊരു പ്രശ്നമുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഒരുപാട് സമയം പോകുന്ന പല മേഖലകളുണ്ട്, അതൊക്കെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ടത്. താജുകാക്ക് പറയാനുണ്ടാവും അതിൽ. ഇതിൽ ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ട, ഒരു പ്രശംസ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. 2 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഫേസ്ബുക്കൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു ത്യാഗം തന്നെയാണ്. വലിയ അംഗീകാരമാണ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഇത് ശരിക്കും ഈ സർക്കാർ മേഖലയിലേക്കും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്താണ് ജോബ് എന്നുള്ളത്, എത്രയാണ് സമയം എന്നുള്ളത് ഡിഫൈൻഡാണ്, കറക്റ്റാണ്. അങ്ങനത്തെ ജോലികളിലേക്ക് വരുന്ന ആളുകൾ സത്യത്തിൽ ഫ്രീ ആകുകയാണ് ചെയ്യുക. ഒരാൾ നല്ല ദാവാരംഗത്ത് സജീവമായി ഇടപെടാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ശരിക്കും UPSCയോ PSCയോ അല്ലെങ്കിൽ SSCയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ട് അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. അപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ഫേമുകൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഫ്രീ ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലൊക്കെ സമയം എന്ന് പറയുന്നത് പടച്ചോൻ തരുന്ന തൗഫീഖാണ്. അത് നമ്മുടെ അടുത്ത് കിടക്കുന്ന കാര്യമൊന്നുമില്ല. അത് ഒരു ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. സമയത്തിൽ ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണല്ലോ ജോലിക്ക് കിട്ടിയിട്ടുള്ളത്. അതാകുള്ള പ്രശ്നം അതാണ്. അതെ, നാട് വിട്ടു പോകുമ്പോൾ അവിടുത്തെ ഒരു എന്താണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്താണ്? സ്വാഭാവികം തിരുവനന്തപുരം ഒക്കെ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആകെ ഒരു പ്രശ്നം ഈ റോഫിൻ്റെ തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുള്ളത് മാത്രമാണ്. അതിൽ വേറെ നോടി മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പൊതുവെ കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണെങ്കിലും കേരള PSC നമ്മളെ ആളുകൾക്ക് ഇത് ഭയങ്കര തിരക്കുള്ള. താജൊക്കെ പറഞ്ഞു ഡിഫൈൻഡ് ടൈം ആവുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ ഇപ്പോൾ ഒരു 365 ദിവസത്തിൽ ഇപ്പോൾ നമുക്കറിയാതെ 172 ദിനങ്ങൾ നമുക്ക് ഒഴിവാണ്. 172 ദിനങ്ങൾ ഒഴിവ്. അത് സാറ്റർഡേ സൺഡേ അടക്കം. ഇപ്പോൾ ഞാനിപ്പോൾ ISR ആണെങ്കിലും എനിക്ക് സാറ്റർഡേ സൺഡേ ഫ്രീ ആണ്. അതിന് പുറമെ എനിക്ക് 30 ദിവസം പെയ്ഡ് ആയിക്കൊണ്ട് ലീവ് എടുക്കാം. ഹാഫ് ഡേ ലീവ് വേറെ ഉണ്ട്. പിന്നെ ഇപ്പം അല്ലാത്ത ഒരുപാട് ലീവുകൾ, ഏണ്ട് ലീവ്. ഏണ്ട് ലീവ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ആകുമ്പോൾ വെച്ചാൽ നമ്മൾ വിവിധ മതങ്ങളുടെ വിവിധ ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ മരണപ്പെട്ടു. ഇതൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അതായത് ഇതൊക്കെ കൂടെ പറഞ്ഞാൽ ഇവർക്ക് വെറുതെ ശമ്പളം കൊടുക്കുകയാണെന്നുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ. ആ ക്യാമ്പയിനൊക്കെയാണ് എന്ത് ചെയ്യുക, തൽക്കാലം തുടർന്നോട്ടെ. ഇതിൽ 2010 SSC എഴുതി സർവീസിലിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് കൂടുതൽ മലയാളികളായിരുന്നു ഓരോ ബാച്ചിലും ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ 10 വർഷമായി SSC വഴി മലയാളികൾ വരുന്നില്ല. കേരളത്തിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെടുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് എന്ന് ആസിയ എന്ന നമ്മുടെ ശ്രോതാവിൻ്റെ മെസ്സേജുണ്ട്. അഷറഫ് പത്തപിരിയം ഒരു മെസ്സേജ് അയച്ചത്, പഠന കാരണമായി ദഅവ മേഖലയിൽ നിന്നും മാറി നിൽക്കുന്നവർ സുജൈലിനെ മാതൃകയാക്കേണ്ടതാണ്. സുജൈൽ അല്ല, സുജൈദ് ആണ്. അതെ, പ്രബോധന രംഗത്ത് നിലനിന്നുകൊണ്ട് തന്നെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഒരു പ്രാർത്ഥന കൂടി അദ്ദേഹം ഉണ്ട്. അതായത് ഏറ്റവും നല്ലൊരു മാതൃക കൂടിയാണ്. ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടിരുന്നു. ഇദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം കിട്ടി അല്ലെങ്കിൽ ജോബ് കിട്ടി എന്നറിഞ്ഞപ്പോൾ ആദ്യം വീട്ടിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ദഅവാരംഗത്തുള്ള സ്റ്റേറ്റ് വിങ്ങിലെ സെക്രട്ടേറിയറ്റ് ഗ്രൂപ്പിലേക്കാണ് ആ മെസ്സേജ് ആദ്യം അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ ദഅവാരംഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു നേട്ടങ്ങൾ കൂടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും സുജൈദിൻ്റെ കുടുംബത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമ്മളോട് സൽമ ഷാഹുൽ ഫറൂഖിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. വീട്ടിൽ വാപ്പ, ഉമ്മ, ഏട്ടൻ, ഏട്ടത്തി എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞാണ്. ഒരു മോളുണ്ട്, ഏട്ടനും ഒരു മോളുണ്ട്. ഇപ്പം അൽഹംദുലില്ലാഹ് മിന്നാന്നൊരു വേറൊരു മോനും കൂടി ഉണ്ടായിട്ടുണ്ട്. ജ്യേഷ്ഠന്. അപ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട് സുജൈദിൻ്റെ വീട്ടിൽ. എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം. സുജൈദിൻ്റെ ഉപ്പൻ്റെ ശാരീരിക ആരോഗ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വിഷമമുണ്ട്. ആ വിഷമത്തിൻ്റെ കൂടെ 2 സന്തോഷങ്ങൾ ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ അത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള
പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം പറയാനല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇതിൽ വലിയൊരു ഫാക്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BSc ഫിസിക്സാണ് ഡിഗ്രി ചെയ്തത്. അതിനുശേഷം പല ബിസിനസ് ഉപ്പാൻ്റെ കൂടെ ആണെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും ഈ പഠനത്തിന് വീട്ടിൽ നിന്ന് ഉമ്മയും എല്ലാ വിധത്തിലും സപ്പോർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് അങ്ങനെ സപ്പോർട്ട് കിട്ടുമ്പം അത് കിട്ടിക്കോളും, ഈ അങ്ങനെ നോക്കിക്കോ എന്നുള്ള നിലക്ക് എന്തിനാണെങ്കിലും ഏത് എക്സാം എഴുതാൻ പോകണമെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞേക്കണ പ്രാർത്ഥനയോടെ എന്നും പറയലുണ്ട്, ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. ഒരു പക്ഷേ ആ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും നമുക്കിത് കിട്ടിയെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഇത് പറയുമ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം അതാണ്. പൊതുവേ മക്കൾ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അപ്പം വീട്ടിലെ ചിലവ് നടത്തണം എന്നൊരു സാഹചര്യം വീട്ടിലുണ്ടാവും. അതുകൊണ്ടാണ് ഒരു സമ്മർദ്ദം ഉണ്ടാകും. ഇങ്ങനെ പഠിക്കുന്നതാണല്ലോ എന്നും, എന്നാപ്പം എൻ്റെ പഠനം തീരുക. ഈ ചോദ്യം നിരന്തരം വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും PSCക്ക് ഇരിക്കുന്ന ആൾ ഒരു 6 മാസം ഏറ്റവും മിനിമം ഏത് PSC എന്ന് മാത്രമല്ല ഏത് മത്സര പരീക്ഷയാണെങ്കിലും അതിലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് അതിമേ ഇരിക്കണം. അത് സെൽഫായിട്ട് പഠിച്ചാൽ പോരാ, അതൊരു ട്രെയിനറുടെ കീഴിൽ, അതൊരു സെൻറ്ററിൻ്റെ കീഴിൽ അങ്ങനെ തന്നെ വരണം. അപ്പോഴേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എഫക്റ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ എത്താൻ കഴിയുള്ളൂ. അത് അല്ലാതൊക്കെ ഉണ്ടാവും, ഒരു റയർ കേസിലല്ലാത്തതൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ നമ്മളാരും പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടും വായിച്ചിട്ടും ഒന്നല്ല, അത് പോയി പരീക്ഷ എഴുതി അൽഹംദുലില്ലാ അങ്ങനെ കയറി വന്നു, അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ അതൊരു ഐഡിയൽ, ഒരു മാതൃകാപരമാണെന്ന് എന്ത് ചെയ്യണില്ല, ഞാൻ പറയണില്ല. അത് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോണൊരു സ്വഭാവമാണ് ഉണ്ടാവേണ്ടത് നമുക്ക് പറയാം. ശരി, അപ്പോൾ ഇനി സുജേതിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാ നമ്മളുടെ ഒരു ടൈം അതിൻ്റെ ഒരു ക്ലോസിങ്ങിലേക്ക് പോവാണ്. വേറെ എന്തെങ്കിലും ചേർത്ത് വെക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ. ഇതിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇതിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ്. ഇത് കൃത്യമായ സമയത്ത് ഇതിനു വേണ്ടി മാറിക്കാം. പലരും എന്ന് വെച്ചാൽ ഇതിനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന്, നേരത്തെ താജിക്ക് പറഞ്ഞ പോയിൻ്റാണ്, കൃത്യമായി നമ്മളൊരു ട്രെയിനിങ് സെൻറ്റർ പോയി അതിനൊരു 6-8 മാസം ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാലും വലിയ പ്രയാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇതിന് പോകുന്ന പ്രശ്നം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇതിന് പ്രധാനപ്പെട്ട ആളുകൾ, ഇതിന് ജോലി കിട്ടിയ ആളുകൾ, ഇതിന് നന്നായിട്ട് ഫാക്കൽറ്റിക്ക് ആളുകളെ കൃത്യമായി ബന്ധപ്പെട്ട് ഇതിൽ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചറിഞ്ഞു പോകുന്നതാണ് എപ്പോഴും ഏറ്റവും ഉചിതം. ഓക്കെ, നമ്മളെ സംവിധാനത്തെ, സംഘടനയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇതിൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഹൈക്യൂ എന്നൊരു സിസ്റ്റം ഉണ്ട്. വിസ്ഡം യൂത്തിന് ഗൈഡൻസ് വിങ് ഉണ്ട്. വിസ്ഡം യൂത്ത് കഴിഞ്ഞൊരു സീസണിൽ PSC പരിശീലന പരിപാടികൾ തന്നെ നന്നായി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3000-ലധികം ആളുകൾ പരിശീലനം നേടിയിരുന്നു. വ്യത്യസ്ത ലിസ്റ്റുകളിലായ ഒരു 10-20 ആളുകൾ അന്ന് PSCയിൽ വന്നത് വ്യക്തിപരമായി എനിക്കറിയാം. അപ്പോൾ പ്രവാസികളോടൊക്കെ നമ്മളിത് പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. ഇവിടുന്ന് നല്ല കോഴ്സൊക്കെ കഴിഞ്ഞ് അവിടെ പോയി കഷ്ടപ്പെട്ട് ജീവിക്കണ കുറേ ആളുകളുണ്ട്. അവരോടൊക്കെ നമ്മൾ ഈ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ്. നിങ്ങൾ ജോലി സമ്പാദിക്കൂ, എന്നിട്ട് ലീവ് എടുത്ത് നിങ്ങൾ വീണ്ടും പോയിക്കോളൂ. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു വരാനാകുമ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം വേണമല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം സമകാലികത്തിൽ നമ്മളോടൊപ്പം ചേർന്നത് സുജേതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. ഭാരവാഹി എന്ന് പറഞ്ഞുകൂടാ, വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഏറ്റവും ഭാരമുള്ള ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭാരവാഹി കൂടിയാണ് സുജൈദ്. ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിലേറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പലർക്കും വഴിയും വെളിച്ചവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ISROയിൽ ഒരു ചെറിയ സീറ്റിലേക്ക് ചുരുങ്ങേണ്ടതില്ല, ഇനിയും കൂടുതൽ സാധ്യതകൾ. ഇത് സുജൈദിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ സീറ്റാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തത്വത്തിൽ അത് ചെറിയ സീറ്റൊന്നും ആവില്ല, പക്ഷേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോബ് സാധ്യതകളൊക്കെ അതിനുള്ള കപ്പാസിറ്റി സുജൈദിനുണ്ട്. ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.